സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നമ്മളെ ചാണകത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പച്ച ചാണകത്തിലാണ് സൂക്ഷ്മ ജീവാണുക്കൾ ധാരാളമായിട്ട് ഉണ്ടാവുക. പാക്കറ്റിൽ വരുന്ന ചാണകപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ വെയിലത്ത് നല്ല രീതിയിൽ വെയിൽ കൊണ്ട് പൊടിഞ്ഞു വരുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ചെറിയ തോതിൽ മാത്രമേ പോഷകങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് എന്ന് മാത്രമല്ല, നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ചെടികൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ ചാണകപ്പൊടി ഉണ്ടല്ലോ, കുറച്ച് കാലം കൂടുതൽ കാലം നമ്മൾ സൂക്ഷിച്ചു വെച്ച് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ ചെടികൾക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പേര് നമ്മളെ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കുന്നതിൽ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടി നമ്മൾ കൂടുതൽ കാലം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് അത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടും. കാരണം ഈ പോഷകങ്ങളൊക്കെ കിട്ടും. അതേപോലെ സൂക്ഷ്മ ജീവാണുക്കൾ ഈ ചാണകപ്പൊടിയിൽ ഉണ്ടാവും എന്ന കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ജൈവ വളങ്ങളൊക്കെ ചെടികൾ സ്ലോ ആയിട്ടാണ് വലിച്ചെടുക്കുക. വെച്ചാൽ അതിലെ പോഷകങ്ങളൊക്കെ സ്ലോ ആയിട്ടാണ് ചെടികൾ വലിച്ചെടുക്കുക. അതേപോലെ തന്നെയാണ് ഈ ജൈവ വളത്തിലുള്ള പോഷകങ്ങൾ നമ്മൾ നശിക്കുകയാണെന്നുണ്ടെങ്കിലും സ്ലോ ആയിട്ട് മാത്രമാണ് നശിക്കുക. പക്ഷെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നുള്ള പോഷകങ്ങൾ ഫുള്ളായിട്ട് നശിച്ചു പോകില്ല. രണ്ടാമതായിട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നമ്മളെ ചാണകത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പച്ച ചാണകത്തിലാണ് സൂക്ഷ്മ ജീവാണുക്കൾ ധാരാളമായിട്ട് ഉണ്ടാവുക. കാരണം നമ്മൾ ചാണകം ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ അതിൽ സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ടാവില്ല. പിന്നെ പോഷകങ്ങളും സൂക്ഷ്മ ജീവാണുക്കളും നമ്മൾ കുറച്ച് കാലങ്ങളിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാണകം നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ പൊടിച്ച് സൂക്ഷിക്കുമ്പോഴാണ് കുറച്ച് കാലമെങ്കിലും അതിൽ സൂക്ഷ്മ ജീവാണുക്കൾ നിലനിൽക്കുക. അതേപോലെ തന്നെ കുറച്ച് ധാരാളമായിട്ട് നമുക്ക് അതിൽ പോഷകങ്ങളും നിലനിൽക്കുക. അപ്പൊ അങ്ങനെ നമ്മളെ പോഷകങ്ങളും അതേപോലെ സൂക്ഷ്മ ജീവാണുക്കളും കുറച്ച് കാലമെങ്കിലും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചാണകത്തിൽ ഈർപ്പം നിലനിൽക്കണം കേട്ടോ. പക്ഷെ നമ്മളൊരു പുട്ടുപൊടിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൽ നമ്മൾ ഈർപ്പം എപ്പോഴും നിലനിൽക്കണം. അപ്പം മാത്രമേ അതിൽ സൂക്ഷ്മ ജീവാണുക്കൾ കുറച്ചെങ്കിലും നിലനിൽക്കുള്ളൂ കേട്ടോ. അതിപ്പോൾ ചാണകം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ട്രൈക്കോഡർമ ഉപയോഗിച്ചിട്ട് ചാണകം നമ്മൾ കൾച്ചർ ചെയ്ത് വെക്കുന്നതും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലേശം ഈർപ്പത്തിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. വെച്ചാൽ നനഞ്ഞ ചാക്കോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയൊക്കെ പിരിച്ചിട്ട് അതിലാണ് നമ്മൾ ചാണകം കമ്പോസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈക്കോഡർമ വെച്ചിട്ട് കൾച്ചർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഈർപ്പം നിലനിർത്താൻ, എത്ര കാലമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കാലമൊക്കെ അതിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതുപോലത്തെ ചാണകപ്പൊടി നമ്മൾ വളക്കടയിൽ നിന്ന് പാക്കറ്റ് ചാണകപ്പൊടി വാങ്ങിയതാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചാണകപ്പൊടി നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നല്ല ഉണക്കിയിട്ട് പൊടിപ്പിച്ചാണെന്നുണ്ടെങ്കിലും അതിലൊന്നും സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ടാവില്ല. പോഷകങ്ങളും വലിയ രൂപത്തിലൊന്നും പോഷകങ്ങൾ ഉണ്ടാവില്ല. കാരണം ഈ പാക്കറ്റിൽ വരുന്ന ചാണകപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ വെയിലത്ത് നല്ല രീതിയിൽ വെയിൽ കൊണ്ട് പൊടിഞ്ഞു വരുന്നതാണ്. അപ്പൊ അതിലൊക്കെ ചെറിയ തോതിൽ മാത്രമേ പോഷകങ്ങൾ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ സൂക്ഷ്മ ജീവാണുക്കൾ തീരെ തന്നെ ഉണ്ടാവും ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ചാണകപ്പൊടി ആണെന്നുണ്ടെങ്കിലും, അതേപോലെ നമ്മളെ വീട്ടിൽ വെയിലത്ത് നല്ലിട്ട് പൊടിപ്പിക്കുന്ന ചാണകപ്പൊടി ആണെന്നുണ്ടെങ്കിലും, അത് നമ്മൾ കുറെ കാലം സൂക്ഷിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് വെച്ചിട്ടൊന്നും അതൊരു വ്യത്യാസമൊന്നുമില്ല. കാരണം അതിൽ പോഷകങ്ങൾ കുറവായിരിക്കും. അതേപോലെ തന്നെ സൂക്ഷ്മ ജീവാണുക്കളും തീരെ തന്നെ ഉണ്ടാവൂല. അപ്പൊ അതില് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ വീടിന്റെ തൊട്ടടുത്തൊക്കെ പശുവിനെ പോറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് ചാണകം വാങ്ങി കൊടുത്തിട്ട്, ഉണങ്ങി ലേശം ഉണക്കുള്ള ചാണകം വാങ്ങി കൊടുത്തിട്ട് അത് കമ്പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഇട്ട് കൾച്ചർ ചെയ്തിട്ടോ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഈർപ്പം നിലനിർത്തിയിട്ട് അങ്ങനെ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പാക്കറ്റ് ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മൾ 3 മിക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, കോഴി കാഷ്ടം, അങ്ങനത്തെ 3 മിക്സ് ഒക്കെ നമുക്ക് ബാഗ് വാങ്ങാൻ വേണ്ടി കിട്ടും, 5 കിലോന്റെ ബാഗൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ പാക്കറ്റ് പൊളിക്കുമ്പോൾ അതിൽ ഇങ്ങനെ പൂപ്പൽ പോലെ കിടക്കുന്നത് കാണാം. ചില ഫംഗസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഫംഗൽ ബാധ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ വേരുകളൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് ചാണകപ്പൊടി വാങ്ങുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത കുറച്ച് പേര് പറയുന്നതാണ് വെച്ചാൽ, നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള ഫിഷ് അമിനോ ആസിഡ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഇലകളിൽ എൻ്റെ വീട്ടിലുള്ള പച്ചക്കറി കൃഷിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇലകൾ കരിഞ്ഞു പോകുന്നു. അതെന്തുകൊണ്ടാണെന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫിഷ് അമിനോ ആസിഡ് നമ്മൾ റെഡിയാക്കുന്ന ടൈമിൽ
നമ്മൾ ഇപ്പോൾ മത്തിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മത്തി നമ്മൾ കഴുകി വെക്കുമല്ലോ. അപ്പോൾ കഴുകി വെക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. കാരണം വെള്ളം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് റെഡിയാക്കേണ്ടത്. അല്ലാത്ത പക്ഷം അതിൽ വെള്ളത്തുള്ളികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫംഗൽ ബാധ നമ്മൾ റെഡിയാക്കുമ്പോൾ തന്നെ അതിൽ ഫംഗൽ ബാധ വരാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ബോട്ടിലാക്കുമല്ലോ. അപ്പോൾ ഈ ബോട്ടിലാക്കുന്ന ടൈമിലും നമ്മൾ ബോട്ടിൽ കഴുകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വെക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഫിഷ് അമിനോ ആസിഡ് അതിലേക്ക് റെഡിയാക്കുക. കാരണം വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഫംഗൽ ബാധ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെടികൾക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്കും അത് ഫംഗൽ ബാധ വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇലകൾ തളിരിലൊക്കെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് റെഡിയാക്കിയിട്ട് നമ്മൾ ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു 2-3 മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലേക്കും അതേപോലെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ബോട്ടിലേക്കും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അല്ലാതെ എല്ലാം കൂടി ഒരു ബോട്ടിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മളിത് ഓപ്പൺ ചെയ്യും, വീണ്ടും അത് ഉപയോഗിക്കും. അപ്പോൾ അതിലൊക്കെ വെള്ളം ഇതിലേക്ക് മിക്സ് ആവാനും അതേപോലെ തന്നെ ഇതിലേക്ക് വീണ്ടും വായു എയർ കയറാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാലും ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് എന്നല്ല ഏത് ഫോളിയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിൽ വെച്ചാൽ അന്തരീക്ഷത്തിൽ ചൂട് കൂടുതലുള്ള ടൈമിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. കാരണം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും നമ്മളെ ഇലപ്പുള്ളി രോഗം ചില കരിഞ്ഞു പോവുക, അതേപോലെ തന്നെ ഇതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ അതിരാവിലെ ഒരു 7 മണിക്ക് മഴയൊന്നും ഇല്ലാത്തൊരു ടൈമിൽ 7 മണിക്ക് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് കീടനാശിനിയായിട്ട് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് വളമായിട്ടും അതേപോലെ കീടനാശിനിയായിട്ടും നമുക്ക് ഫിഷ് അമിനോ ആസിഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഒരു സുഹൃത്ത് ഇതിൻ്റെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. കാരണം ചെടികളിൽ നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ചെടികൾക്ക് അത് വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിച്ചൂടെ, പിന്നെ രാവിലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിരാവിലെയാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് വെച്ചാൽ അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ടൈമിലാണ് ഇലകളൊക്കെ വളങ്ങൾ വലിച്ചെടുക്കുക, അതേപോലെ ഇലകളിൽ അന്നജം പാകം ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇലകളിൽ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് അത് കറക്റ്റായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം കറക്റ്റ് കിട്ടൂല. കാരണം വൈകുന്നേരങ്ങളിൽ ഒരിക്കലും ചെടികളിൽ അന്നജം പാകം ചെയ്യൂല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വളമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടിക്ക് ആ ടൈമിൽ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. പിറ്റേന്ന് രാവിലെ ആയിരിക്കും വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തെ ഇലകളിൽ നിന്ന് ഈ വളങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടും അതേപോലെ ഇനി മഴ പെയ്താലൊക്കെ അത് ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടൊക്കെ ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മൾ വളമായിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിരാവിലെ സ്പ്രേ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കീടനാശിനി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം കൊടുക്കുക. കാരണം രാവിലെ ചൂട് കൂടുന്ന ടൈമിൽ ഒരിക്കലും ചെടിയിലേക്ക് കീടങ്ങൾ അധികം വരില്ല. കാരണം വൈകുന്നേരങ്ങളിലാണ് കീടങ്ങളൊക്കെ ചെടികളിലേക്ക് വരിക. അപ്പോൾ ആ ഒരു ടൈമിൽ വൈകുന്നേരം നമ്മൾ കീടനാശിനി ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുക. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് എന്ന് മാത്രമല്ല നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ചെടികൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപേണ അതേപോലെ വാട്സാപ്പിലൊക്കെ എന്നോട് ചോദിക്കുക. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതേപോലെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്